ലെബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഞായറാഴ്ച നടത്തിയ ആക്രമണം അവസാനത്തേതല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയുടെ 100-ലേറെ റോക്കറ്റ് വിക്ഷേപണ ശ്രമങ്ങളെ ഇസ്രായേൽ തകർത്തതായാണ് റിപ്പോർട്ട്. ഇത് കഥയുടെ അന്ത്യമല്ലെന്നും ഹിസ്ബുള്ളയുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടാണെന്നുമാണ് ക്യാബിനറ്റ് യോഗത്തിൽ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ സംഘർഷസാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇനിയും ആക്രമണമുണ്ടാകുമെന്ന സൂചന ഇസ്രായേൽ നടത്തുന്നത്. റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചു. ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ IDFന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നാണ് ഞായറാഴ്ച ലെബനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ച് നെതന്യാഹു പറഞ്ഞത്. തെക്കൻ ലെബനിലുടനീളം 100ഓളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ വ്യോമാക്രമണം. ഇതിനു മറുപടിയായി അധിനിവേശിത ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിനിടെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ പ്രകീർത്തിച്ചും പിന്തുണച്ചും ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, ഹൂതി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റ് സായുധ സംഘങ്ങളും രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ വെടിനിർത്തലിനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലുണ്ടായ ഹമാസ് പ്രതിനിധി സംഘം നഗരം വിട്ടതായി വാർത്തകളിലുണ്ടായിരുന്നു. തങ്ങളുടെ സൈനിക കമാൻഡർ ഫുഹദ് ഷുക്കറിനെ വധിച്ചതിനുള്ള മറുപടിയായെന്നായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കിയത്. ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇസ്രായേലിലേക്ക് 320 കത്യുഷ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തത്. അതിനിടെ ഇസ്രായേലിൽ അടുത്ത 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് സീൻ സാവ്ലറ്റും അറിയിച്ചു.